കുറച്ച് പേരെങ്കിലും നമ്മുടെ ബുള്ളറ്റിൽ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിയുടെ മിസ്സിംഗ് ആയിരിക്കുമല്ലേ. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് വർക്ക്ഷോപ്പിലുള്ള ആളുകളുമായിട്ടും പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിലായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ള കുറെ ടിപ്സ് ആയിട്ടാണ് വന്നത്. വാഹനത്തിലെ മിസ്സിംഗ് എങ്ങനെ 100% ഒഴിവാക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡ്രൈവിംഗ് ഓട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം നമ്മുടെ ബുള്ളറ്റിന്റെ എഞ്ചിൻ ഒരു ട്വിൻ സ്പാർക്ക് എഞ്ചിനാണെന്ന്. വാഹനത്തിൽ 2 സ്പാർക്ക് പ്ലഗ് ഉണ്ട്. പ്രൈമറി ആയിട്ടുണ്ട്, സെക്കൻഡറി ആയിട്ടുണ്ട്. ഈ വാഹനത്തിലെ സെക്കൻഡറി സ്പാർക്ക് പ്ലഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പാർക്ക് പ്ലഗ്. ബൈക്ക് സർവീസ് ചെയ്യാൻ പോകുന്ന നേരത്ത് അല്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ പ്ലഗ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഓയിൽ ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ കിലോമീറ്റർ ആവാൻ നേരത്ത് പ്ലഗ് ഒന്ന് റീപ്ലേസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. നിങ്ങളത് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലഗ് റീപ്ലേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തുകൊണ്ടോ ഈ പ്രശ്നം മാറത്തില്ല. ഇതാണ് വാഹനത്തിന്റെ സെക്കൻഡറി സ്പാർക്ക് പ്ലഗ്. ഇതിലോട്ട് വരുന്നേക്കുന്ന ഈ റെസിസ്റ്റർ ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ക്യാപ്പ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് കാണാമല്ലോ, ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യാനകത്ത് ഇളവി വരുന്ന സംഭവമാണ്. ഇതിനകത്ത് ഒരു കോപ്പർ വയറാണ് പുറത്തോട്ട് വന്നേക്കുന്നത്. നമ്മൾ ആ വയർ പുറത്തോട്ട് വന്നിട്ടുണ്ടെന്ന് തീർച്ചയായും ഉറപ്പുവരുത്തണം. പിന്നെ അതുപോലെ തന്നെ ആ വയർ ക്ലീൻ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ ഈ ഭാഗത്തൊക്കെ റസ്റ്റ് ചിലപ്പോൾ ഇരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ടാൽ മാത്രമേ പ്ലഗ് കറക്റ്റായിട്ട് വർക്ക് ആവത്തുള്ളൂ. ഈ വാഹനത്തിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരുപക്ഷെ ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു സംഭവമായിരിക്കും. വാഹനം കഴുകി കഴിഞ്ഞാലോ മഴയത്ത് ഇരുന്ന് കഴിഞ്ഞാലോ ഇത് ഈ പ്ലഗിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോകാനൊരു സംവിധാനം ഈ വാഹനത്തിലുണ്ട്. നമ്മൾ ആ കാര്യം സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ്. ഈ വീഡിയോയിൽ നമ്മളത് കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മൾ പ്രൈമറി പ്ലഗ് ആണ്. ഇത് വലിയ റോളില്ലാത്തൊരു പ്ലഗ് ആണ്. നമുക്കിതാ നോക്കാം. ഈ ഒരു ഹോളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിനുള്ളിലെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കയറുന്ന വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് പിന്നെ പുറത്തോട്ട് പോകാനുള്ളൊരു ഹോളാണ്. നമ്മൾ ഈ ഹോള് സത്യത്തിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വയ്ക്കേണ്ട ഒരു സംഭവമാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഈർക്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കമ്പോ കൊണ്ടൊന്നും അതിൽ കുത്തരുത്. ഏറ്റവും നല്ലത് നമ്മൾ ചെയിൻ ലൂബ് അടിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു ഓസം ഉണ്ടല്ലോ, അത് എന്തെങ്കിലും ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ആക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അടുത്തായി പറയുന്നത്. ഒരു ദിവസം ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നതാണ് വണ്ടി എടുത്ത ഉടനെ തന്നെ എടുത്ത് ഒരു പോക്കങ്ങ് പോകും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോൾഡ് സ്റ്റാർട്ടാണ്. അതായത് വണ്ടി ക്ലച്ച് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആക്സിലേറ്റർ കൊടുക്കാതെ 1 മിനിറ്റ് മിനിമം വച്ചിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ ലൈഫ് കൂട്ടാൻ പറ്റും, മാത്രമല്ല മിസ്സിങ്ങും കുറയ്ക്കാൻ പറ്റും. BS4 വാഹനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മിസ്സിങ് കണ്ടുവരുന്നത്. ഈ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിടരുത്, അല്ലെങ്കിൽ റിസർവിന് താഴെ അടിച്ചിടരുത്. അപ്പോൾ എപ്പോഴും ഒരു മിനിമം ടാങ്ക് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, നമ്മുടെ BS4 വാഹനങ്ങളിൽ പെട്രോളിന്റെ കൂടെ അതിന്റെ വേപ്പറിനെയും കൂടെ വലിച്ചെടുത്തുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ ടാങ്ക് അടിച്ചിടുന്ന സമയത്ത് ആ വേപ്പർ പോകാനുള്ള പൈപ്പിലൂടെ കുറച്ച് പെട്രോളും കൂടെ ഇറങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മിസ്സിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടരുത്, അതേപോലെ റിസർവിലോട്ടും കൂടുതലിട്ടേക്കരുത്. നമുക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, വാഹനത്തിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ മിസ്സിംഗ് ഉണ്ടാവില്ലേ. ഈ വാഹനത്തിന് എങ്ങനെ വെള്ളം ഇറങ്ങി മിസ്സിംഗ് ഉണ്ടാവും എന്ന് നോക്കാം. ഈ കാണുന്ന ഫ്യൂൽ ടാങ്ക് എന്ന് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് കണ്ടോ. ഈ മഴവെള്ളം പെയ്യാൻ നേരത്ത് ഇവിടെയാണ് കെട്ടിക്കിടക്കുന്നത്. ഇത് ഒരുപാട് വെള്ളം ഇതിൽ കെട്ടിക്കിടന്നാൽ ടാങ്കിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടോ നമുക്കറിയാമല്ലോ. അതിനുവേണ്ടി കമ്പനി ഇതിലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിലായിട്ടൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇതുവഴി ഒഴുകി ഇതിലൂടെ ഇറങ്ങി ടാങ്കിന് അടിയിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഈ നേരത്തെ കാണിച്ച സ്ക്രൂ ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ഹോൾ ക്ലീൻ ആണോ എന്നൊന്ന് നോക്കണം. അത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളം ഇവിടെ കെട്ടിക്കിടന്നിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ്. മഴ സമയങ്ങളിലോ അല്ലെങ്കിൽ വാഹനം കഴുകുന്ന സമയത്തോ ഇവിടെ നിന്ന് വെള്ളം കെട്ടിക്കിടന്നിട്ട് ഈ ഒരു ഹോള് വഴി ഈ ടാങ്കിന് അടിയിലുള്ള കാണാമല്ലോ, ഈ പൈപ്പ് വഴിയാണ് ആ വെള്ളം പുറത്തേക്ക് പോകുന്നത്. ഈ പൈപ്പ് ഇതുവഴി എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ വാഹനത്തിൽ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ പൈപ്പ് പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നതായിട്ട് കാണാം. നിങ്ങളുടെ വണ്ടിയിൽ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുവഴിയാണ് വെള്ളം പോകുന്നത്. ഇതിലെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അടഞ്ഞു കിടന്നിട്ട് വെള്ളം ഇതിലുള്ള കെട്ടിക്കിടന്ന് ടാങ്കിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, വാഹനം മഴ സമയങ്ങളിൽ സൈഡ് സ്റ്റാൻഡ് ഉപയോഗിച്ച് വയ്ക്കരുത്. ഇതുമൂലം വാഹനത്തിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് സ്പാർക്ക് പ്ലഗ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വാഹനം ഉപയോഗിക്കുക. എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്.
നമ്മളെ വണ്ടിയെല്ലാം അടിപൊളിയൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാ ദിവസവും ഉപയോഗിക്കാതെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയ സമയത്ത് വാഹനം ഉപയോഗിക്കാതിരുന്നിട്ട് എടുക്കുമ്പോൾ ഒരു ചെറിയ വെറുപ്പിക്കലുള്ളതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരമൊക്കെ എന്നും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വാഹനം ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഐഡിയലായിട്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ വെച്ചേക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും നല്ല പെട്രോൾ അടിക്കുക. സ്പീഡ് പെട്രോൾ ഒന്നും അടിക്കണ്ട, സാധാ പെട്രോൾ അടിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും വിശ്വാസമുള്ള ഒരു പമ്പിൽ നിന്ന് തന്നെ പെട്രോൾ അടിക്കണം. പിന്നെ ഈ ഒരു ഓസ് കണ്ടോ, ഇതിനെ എപ്പോഴും അടഞ്ഞിരിക്കാതെ ക്ലീൻ ആണോ എന്ന് നോക്കുക. കാര്യം ഇത് ഓവർഫ്ലോ പോകാനുള്ള ഒരു ഓസാണ്. അപ്പൊ ഇതിനെ എപ്പോഴും അടഞ്ഞിരിക്കാതെ ക്ലീൻ തന്നെയാണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് സമയം കിട്ടാൻ നേരത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു പെട്രോൾ ഫിൽറ്റർ ഉണ്ട്, അതായത് നമ്മുടെ ടാങ്കിൽ നിന്ന് നമ്മളെ കാർബറേറ്ററിലോട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ്. അവിടെ ഈ പറഞ്ഞ കണക്ക് പെട്രോളിന് എന്തെങ്കിലും പൊടി പടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫിൽറ്ററാണ്. ഞാൻ കാണിച്ചു തരാം. എന്താ ഈ കാണുന്ന ഇവിടെ കണ്ടോ, നമുക്കൊരു 10-ന്റെ സ്പാൻഡർ വെച്ചിടുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇളക്കിയതാണ്. ഇത് പയ്യെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാം. ചെയ്യുമ്പോൾ ഈ ഫ്യൂൽ അപ്പോൾ എന്തായാലും ഓഫായിരിക്കണം. ഇത് ചെയ്തതിന് ശേഷം നമുക്കിതാ ഈ കാണുന്ന ഫിൽറ്റർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഊരിയെടുക്കാം. സൂക്ഷിച്ച് ചെയ്യണം, ഇത് പ്ലാസ്റ്റിക് ആണ്, പൊട്ടിപ്പോകരുത്. ഇതാ ഇത് നിങ്ങൾക്ക് കാണാം, അതിനകത്ത് കുറച്ച് പൊടിപടലങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുണ്ട്. നമ്മളെപ്പോഴും ഇത് ക്ലീൻ ചെയ്ത് വേണം ഇതിനകത്ത് ഇടാനുള്ളത്. ഇത് പിന്നീട് ചിലപ്പോൾ മിസ്സിങ്ങിനൊരു കാരണമായി മാറാൻ സാധ്യത ഉള്ളൊരു സംഭവമാണ്. ഈ വാഹനത്തിന്റെ ഒരു ചെറിയ ഡിഫക്റ്റിനെ പറ്റിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഈ കാണുന്ന ഓസ് കണ്ടോ, ഇത് നമ്മുടെ ടയറിന്റെ അടുത്തുള്ള ഒരു സംഭവമാണ്. ഈ ചെടിയെല്ലാം അടിച്ചതിന് ശേഷം ഇതിനകത്തോട്ടൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു നോസ് പ്ലെയർ എന്തെങ്കിലും ഉപയോഗിച്ച്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകുമ്പോഴായാലും മതി, ഇത് ക്ലീൻ ആണോ എന്ന് നോക്കണം. ഇതിനുള്ളിൽ വെള്ളം കയറുകയോ അല്ലെങ്കിൽ ചെളിയോ വല്ല പൊടി പടലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിന് മിസ്സിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്നും കിട്ടിയ ഒരു അറിവ്. ഇനിയും നിങ്ങൾക്ക് മിസ്സിംഗ് അനുഭവപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു നല്ല മെക്കാനിക്കിനെ കാണിച്ച് കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം. കാർബറേറ്റർ ക്ലീൻ ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേറൊരു കാര്യം കൂടെ ഉണ്ട്. വാഹനത്തിന്റെ ട്യൂണിങ് കറക്റ്റ് ആണോ നോക്കണം. RPM ആയാലും എയർ ഫ്യൂൽ മിക്സർ ആയാലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എയർ ഫ്യൂൽ മിക്സർ ഒരുപക്ഷെ ലീൻ അല്ലാതെ റിച്ച് ആയിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിസ്സിങ് സംഭവിക്കാൻ കാരണമുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ വാഹനത്തിന്റെ മൈലേജ് കുറഞ്ഞേക്കാം. അപ്പം നല്ലൊരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് വാഹനത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ട്യൂണിങ് ചെയ്യണം. അതുപോലെ തന്നെ വാഹനത്തിന്റെ എയർ ഫിൽറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 2500 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് അത് ക്ലീൻ ചെയ്യുക. ഒരു ലോങ് ഒക്കെ പോകുന്ന ആളാണെങ്കിൽ അതുവരെ അത്രയും കിലോമീറ്റർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് നല്ല പൊടിവെള്ളം കാണുമായിരിക്കും. നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാവും, വെള്ളം ഒരു കാരണവശാലും എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കരുത്. ഇതിൽ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എയർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിടണം. ബൈക്കിന്റെ ഫ്യൂൾ ടാങ്കിനുള്ളിൽ തുരുമ്പുണ്ടോ, റസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് പഴക്കമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ട് ഇൻസ്പെക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് മിസ്സിങ്ങിന് മാത്രമല്ല, പിന്നീട് നമുക്ക് ടാങ്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഏകദേശം നിങ്ങൾക്കറിയാം 10,000 രൂപയോളം വിലയുള്ള ഒരു ടാങ്കാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ വാഹനത്തിന് കിട്ടിയിട്ടൊരു അനുഭവം പറയാം. നമ്മൾ ഒരിക്കലും ഒരു ഹില്ലി ഏരിയയിൽ നമ്മൾ പൊന്മുടിക്ക് പോകുന്നത് ചെറുതായിട്ടൊരു മഴ പെയ്തപ്പോൾ നമ്മൾ പെട്ട് പോയിട്ടുണ്ട് മലയുടെ മുകളിൽ. നിങ്ങൾക്കറിയാമല്ലോ, അവിടെയൊന്നും വർക്ക്ഷോപ്പ് ഒന്നും കാണത്തില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു മിസ്സിംഗ് ആണ് അന്ന് നമ്മൾ അനുഭവിച്ചത്. അതിനുശേഷം നമുക്കൊരു വിഷമം ഉണ്ടായതിനു ശേഷമാണ് നമ്മളെ സ്വന്തം വണ്ടിയിൽ നമ്മൾ കുറച്ച് വർക്ക്ഷോപ്പിലുള്ളവരും ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകളായിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കിയതിന് ശേഷം നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സാണ്. ഏകദേശം 10-12ഓളം ടിപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പോലും ഇതെല്ലാം മനസ്സിലിട്ടേക്കേണ്ട കാര്യമാണ്. കാരണം എവിടെയെങ്കിലും നമ്മളൊന്ന് പെട്ടുപോയാൽ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം മിസ്സിംഗ് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. വാഹനത്തിന്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, വാഹനം സ്റ്റാർട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആണ്, കാർബറേറ്ററിന് ഉള്ളിൽ വെള്ളം കയറി എന്ന് നിങ്ങൾക്ക് തോന്നിയ, നിങ്ങൾക്ക് ഈ ഒരു ടിപ്പും കൂടെ നോക്കാം. നിങ്ങളുടെ വാഹനത്തിലെ കാർബറേറ്ററിനുള്ളിൽ വെള്ളം കയറിയെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞുവെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് അവസാനമായിട്ട് പറയുന്നത്. ഫ്യൂവൽ ഓഫ് ചെയ്തതിന് ശേഷം എന്താ ഈ കാണുന്ന സ്ക്രൂ, അതായത് ഇത് പയ്യെ നിങ്ങളൊന്ന് ലൂസ് ചെയ്ത് നോക്കിയാൽ ഇതാ ഈ പോകുന്ന ഓസിനുള്ളിലൂടെ ഇതിനകത്ത് കിടക്കുന്ന വെള്ളം പുറത്തോട്ട് പോകുന്നതാണ്. ബുള്ളറ്റിൽ ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായും സോൾവ് ചെയ്യാവുന്നതാണ്. ഈ ചാനലിലെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ മെക്കാനിക്കുമായിട്ടൊക്കെ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ആവശ്യമുള്ളൊരു ടിപ്പാണ്, നിങ്ങൾക്കറിയാം. മിസ്സിംഗ് പ്രോബ്ലം മാറ്റാനുള്ള മാക്സിമം പോയിന്റുകളാണ് നമ്മൾ ഒപ്പിച്ച് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ബൈ ബൈ.